ദേവസ്ഥാനം പെരിങ്ങോട്ടുകര വിഷ്ണുമായ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനു സമീപം സ്ഥിതി ചെയ്യുന്നു. വിഷ്ണുമായയെ ആരാധിക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രം ആത്മീയവും ചൈതന്യവും നിറഞ്ഞ ഒരു വിശേഷമായ കേന്ദ്രമാണ്. വിഷ്ണുമായയെ പരിരക്ഷകനായി കരുതപ്പെടുന്നു. അപകടങ്ങൾ നീക്കാനും അനുഗ്രഹങ്ങൾ ലഭിക്കാനും ഭക്തർ ഈ ദേവനെ ആരാധിക്കുന്നു. പെരിങ്ങോട്ടുകര എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ഒരു പ്രദേശമാണ്. മനോഹരമായ കൊത്തുപണികളും ആധുനികമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ലൈറ്റിങ്ങുകളും ഡെക്കറേഷനുകളും ഉപയോഗിച്ചിരിക്കുന്ന ക്ഷേത്രം കണ്ടാൽ ഒന്ന് നോക്കി നിന്നു പോകും. മനസ്സിലെ ഭാരം തരണം ചെയ്യാനും ആത്മീയശാന്തി നേടാനും ഭക്തർ ഇവിടെ എത്തുന്നു. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ക്ഷേത്രത്തിലെ പൂജകളും ഉത്സവങ്ങളും വളരെ പ്രത്യേകതകൾ ഉള്ളവയാണ്. വിഷ്ണുമായയെ പ്രീണിപ്പിക്കാൻ ഭക്തർ കോഴികൾ പോലുള്ള വസ്തുക്കൾ സമർപ്പിക്കുന്നു. ഈ ആചാരങ്ങൾ ദേവൻ്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പാരമ്പര്യ കേരളീയ ശൈലിയിലാണ്. മനോഹരമായ കൊത്തുപണികളും ദൈവികമായ ശാന്തിയും നിറഞ്ഞ ശ്രീകോവിൽ ദേവൻ്റെ പ്രതിമയായ ഭക്തർക്ക് ദർശനം നൽകുന്നു. ദേവൻ്റെ പ്രതിമ മനോഹരമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞ് ദിവ്യത്വം പ്രതിഫലിപ്പിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വിഷ്ണുമായ ജയന്തിയാണ്. ഈ ഉത്സവത്തിൽ ക്ഷേത്രത്തിൻ്റെ പൗരാണിക ആചാരങ്ങളും സാംസ്കാരിക പ്രകടനങ്ങളും നിറഞ്ഞു നിൽക്കും. ഭക്തിസാന്ദ്രമായ സംഗീതവും ആഘോഷങ്ങളും ഭക്തരുടെ മനസ്സിൽ ദൈവീക ചൈതന്യം നിറക്കുന്നു. ദേവസ്ഥാനം പെരിങ്ങോട്ടുകര വിഷ്ണുമായ ക്ഷേത്രം ആത്മീയ മാർഗനിർദ്ദേശവും സാമൂഹ്യ സേവനവും നിർവഹിക്കുന്ന ഒരു കേന്ദ്രവുമാണ്. ക്ഷേത്രം പല സഹായ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടത്തുന്നു. പെരിങ്ങോട്ടുകര വിഷ്ണുമായ ക്ഷേത്രം സന്ദർശിക്കുക എന്നത് ഒരു ആത്മീയ യാത്ര മാത്രമല്ല, കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ അനുഭവിക്കാൻ ഉള്ള ഒരു അവസരം കൂടിയാണ്. ഈ ക്ഷേത്രം ഭക്തരുടെയും സാംസ്കാരികരുടെയും മനസ്സിൽ ദൈവിക അനുഭവം തന്നെ നൽകുന്നു. ഭിത്തിയിൽ വിഷ്ണുമായയുടെ ജനന സംബന്ധമായ ഐതിഹ്യങ്ങൾ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് പുറത്ത്
ഒരു മഹിഷമണ്ഡപവും ആദിഗുരുവിൻ്റെ ഒരു കൊത്തുപണിയും കൂത്തമ്പലവും ഒരുക്കിയിരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.